എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 30 ഇഞ്ചിൻ്റെ സാരി ബ്ലൗസിൻ്റെ ഒരു കട്ടിങ്ങാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വലിയ സൈസുകളൊക്കെ പലരും ചോദിച്ചിരുന്നു. ആ വലിയ സൈസുകളൊക്കെ നമ്മൾ റെഡിയാക്കിയായിരുന്നു. അപ്പോൾ ഏറ്റവും ചെറിയ സൈസൊക്കെ പ്രോഗ്രാമിനൊക്കെ ഇടാനും അതുപോലെ തന്നെ തിരുവാതിര പോലുള്ള പ്രോഗ്രാമിനൊക്കെ നമുക്ക് ഇടാൻ വേണ്ടി ചെറിയ സൈസിൻ്റെ കണക്കുകൾ എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ 30 ഇഞ്ച് സൈസിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ക്ലാസ്സിലേക്ക് തന്നെ പോകാൻ പൂർണ്ണമായിട്ടും അതിൻ്റെ കണക്കുകളെല്ലാം പറയുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഇടുന്ന പോലെ തന്നെ അര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം 13 ഇഞ്ചാണ് ഇതിന് ലെങ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ 13 എപ്പോഴും പറയുന്ന പോലെ തന്നെ 13 ഇഞ്ച് രണ്ട് സൈഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ തന്നെ വരവ് ഇതെന്ന് പറഞ്ഞാൽ അര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും നോക്കുക, ഇവിടെ അര ഇഞ്ച് തുമ്പ് തള്ളി, ഈ ഭാഗത്ത് നമ്മൾ അര ഇഞ്ച് തുമ്പ് തള്ളി. ഇനി നമ്മൾ കൊടുക്കുന്ന ഷോൾഡറിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 5 ഇഞ്ചാണ് ഷോൾഡർ. ചെറിയ അളവായതുകൊണ്ട് നമ്മൾ 1/6 തന്നെ ഷോൾഡറും കൊടുക്കുന്നു, 1/6 തന്നെ നമ്മൾ കൈക്കുഴിയും കൊടുക്കുന്നു. പിന്നെ 2.25 ഇഞ്ച് മതി ബാക്ക് നെക്കിൻ്റെ വീതി. 8 ഇഞ്ച് നമുക്ക് ബാക്ക് നെക്ക് താഴ്ത്താം. ഇതിൻ്റെ സ്കെച്ച് ഞാനൊന്ന് വരച്ച് കാണിക്കാം. നോർമലി ഒരു സൈസ് മതി. വളരെ ചെറിയ സൈസും വലിയ സൈസുമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കട്ടിങ് ശ്രദ്ധിക്കേണ്ടത്. കൈക്കുഴിയെ നമ്മൾ ഇതുപോലൊരു സ്കെച്ച് വരയ്ക്കും. ഇപ്പോൾ ഏകദേശം ഒരു പൂർണ്ണരേഖയായി. ഇനി നമ്മൾ 30ൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ചും കൂടെ ചേർത്ത് 34, 34-ൽ 4-1 8.5 മാർക്ക് ചെയ്യും. അപ്പോൾ ഈ 4-1 ചേർക്കുമ്പോൾ നമ്മൾ ചെസ്റ്റ് വണ്ണമാണോ ബ്രസ്റ്റ് വണ്ണമാണെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ടൈറ്റ് ബോഡി വണ്ണത്തിൽ നിന്നും 4 ഇഞ്ച് പ്രസ് ചെയ്യും. ഒത്തിരി വലിയുന്ന തുണിയാണെങ്കിൽ മാത്രം നമ്മൾ 3 ഇഞ്ചിലേക്ക് പോയാൽ മതി. അപ്പോൾ 30 + 4 അതിൻ്റെ 4-1 8 എന്നൊക്കെ ഒന്ന് എഴുതി കാണിക്കാം. 30 + 4 4-1 4-1. അപ്പം 34-ൻ്റെ 4-1 8. ഇങ്ങനെയാണ് കണക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 25 ഇഞ്ചാണ് എൻ്റെ വേസ്റ്റ് വന്നിരിക്കുന്നത്. അത് 6.25 ഇത് തമ്മിൽ നമ്മൾ ഇങ്ങനെ ജോയിൻ്റ് ചെയ്യുന്നു. ഇതിന് ശേഷം 1.25 ഇഞ്ച് തയ്യൽ തുമ്പിടുന്നു. നമ്മുടെ കൈക്കുഴിയുടെ അളവ് എന്ന് പറയുന്നത് ബോഡി വണ്ണത്തിൻ്റെ 6-1 4-1 1 ഇഞ്ച് കുറച്ച്. അപ്പോൾ 7.5-ൽ 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. എപ്പോഴും നമ്മൾ ഇടുന്ന പോലെ 1.5 ഇഞ്ചാണ്. ഈ ഭാഗത്ത് നമ്മൾ 1.25 കൊടുത്താൽ മതി. ഇങ്ങനെ 1.25 കൊടുക്കുകയും ഈ കൈക്കുഴിയുടെ സെൻറ്റർ എത്രയാണെന്ന് നോക്കി അതിൻ്റെ സെൻറ്ററിൽ ഒരു മാർക്ക് കൊടുത്തിട്ട് 5 ഇഞ്ചാണ് 2.5 കൊടുത്ത് ഈ 1.25-ലോട്ട് മാർക്ക് കൊടുക്കുന്ന പോലെ ഇങ്ങനെ ഒഴിഞ്ഞതാണ്. ഇതാണ് ബാക്ക് പീസിൻ്റെ ഒരു യഥാർത്ഥം. എന്നിട്ട് ഇതുപോലെ തന്നെ നല്ല റൗണ്ടും കൊടുക്കും. ഷോൾഡറിന് നമ്മൾ നോർമലി ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 30 ഇഞ്ചിൻ്റെ ഒരു സ്കെച്ച്. ഏറ്റവും ചെറിയ ഒരു അളവാണ്, ആ അളവിൻ്റെ ഒരു സ്കെച്ചാണ്. നമുക്ക് കൈക്കുഴി ഒന്ന് അളന്ന് നോക്കാം. കറക്റ്റ് ഏതാണ്ട് 7 ഇഞ്ചോളം എത്തുന്നുണ്ട്. കൈ വെട്ടി ആ ലൂസുമായിട്ട് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചും നോക്കാം. നമുക്ക് കണക്ക് പ്രകാരം നമുക്ക് ബോഡി വണ്ണത്തിൻ്റെ 4-1 1 ഇഞ്ച് കുറച്ചാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ 4-1 എന്ന് പറയുമ്പോൾ നമുക്ക് 30ആണ്. 30-ൻ്റെ 4-1 നമുക്ക് 7.5. 7-ൽ 1 ഇഞ്ച് കുറച്ച് 6.5 അത് നമ്മൾ കൈലൂസുമായിട്ട് കറക്റ്റ് ചെയ്യും. നമുക്ക് അര ഇഞ്ച് 1 ഇഞ്ച് വ്യത്യാസം വന്നാലും കുഴപ്പമില്ല. മൊത്തത്തിൽ നമുക്ക് ബാക്ക് പീസ് വെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് പീസിൻ്റെ കൈക്കുഴി ഇട്ട് നമുക്ക് കൈ വെട്ടും മാർക്ക് ചെയ്യുമ്പോൾ നോക്കാം. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ വരയ്ക്കുകയും ബുക്കിലത് ഇതുപോലെ തന്നെ ഒരു സ്കെച്ച് വരച്ച് എഴുതിയിടുകയും ചെയ്യണം. ഇനി ഫ്രണ്ട് പീസ് വെട്ടുന്നതിലേക്ക് പോകാം. സ്ട്രെയിറ്റ് കട്ടിംഗ് ആണ്. ഫ്രണ്ട് പീസ് മാർക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ തുണി ഇടുന്നതെന്നുള്ള കാര്യം നമ്മൾ തുണി ഇങ്ങനെ കറക്റ്റ് ചെയ്യണം. ആദ്യം കറക്റ്റ് ചെയ്തിട്ട് എപ്പോഴും ഏറ്റവും ഉള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. തുണി നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ ഇങ്ങനെ തന്നെ ഒരു ലൈൻ കൊടുക്കുക. കൊടുത്തിട്ട്
ഈ 1.5 ഇഞ്ചിലേക്ക് നമ്മളിവിടെ ബാക്ക് പീസ് ഇങ്ങനെ ഇടും. അപ്പോൾ ഏറ്റവും എളുപ്പ വഴി തന്നെ നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ സൈഡ് നമ്മൾ 4 ഇഞ്ച്, അതായത് ബാക്ക് പീസിൻ്റെ അവിടെ നിന്ന് 4 ഇഞ്ച് തള്ളി സ്കെയിൽ കൊണ്ട് സ്ട്രെയിറ്റ് ഒരു ലൈൻ ഇങ്ങനെ. ഇത്രയും ഭാഗം നമ്മൾ ആദ്യം തന്നെ ചിട്ടയായിട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ബാക്ക് പീസ് എത്ര ഇഞ്ചാണോ അകലം കൊടുത്തത് ആ അകലത്തിൽ നിന്നും 4 ഇഞ്ച് നമുക്ക് കൂടുതൽ കിട്ടണം. ഇപ്പോൾ 2.25 കൊടുത്ത് നമുക്ക് 2.5 ഉണ്ടോയെന്ന് ഈ ഭാഗത്ത് അളന്ന് നോക്കിയിട്ടേ ഉള്ളൂ നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടാവുള്ളൂ. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ അളവെന്ന് പറയുന്നത് 5.25 5.5 മാർക്ക് ചെയ്യണം 4 ഇഞ്ച്. ഈ സ്ക്വയർ വരച്ചിട്ട് ഈ സ്ക്വയറിൽ നിന്നും വേണം നമ്മൾ ഫ്രണ്ട് നെക്ക് ഇതുപോലെ മാർക്ക് ഇങ്ങനെ മാർക്ക്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് വ്യൂ കിട്ടും. ഇനി നമ്മൾ കൊടുക്കുന്നത് ഈ ഭാഗത്ത് നിന്നും 4 ഇഞ്ച് ഇങ്ങനെ മാർക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ഒരു ലൈൻ ഇങ്ങനെ കൊടുക്കും. ഇത് നമ്മുടെ ബെൽറ്റ് പീസിനുള്ളതാണ്. ഇത്രയും ഭാഗം കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി 3 ഇഞ്ച് ഈ ഭാഗത്ത് മാർക്കാം. 3 ഇഞ്ച് ഈ ലൈനിൽ നിന്നും 3 ഇഞ്ച് ഇവിടം വരെ മാർക്ക് ചെയ്തിട്ട് ബാക്ക് പീസിൻ്റെ അളവിൽ നിന്നും ബാക്ക് പീസിൻ്റെ കൈക്കുഴിയുടെ അളവിൽ നിന്നും ഇതെങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. ഇതുപോലെ ഒരു ലൈൻ കൃത്യമായി തന്നെ ഒരു ലൈൻ ഇങ്ങനെ തന്നെ വരയ്ക്കണം കൃത്യമായി. അപ്പോൾ ഈ 3 ഇഞ്ചിലേക്ക് തന്നെ ഇത് കൊള്ളിച്ചാൽ മതി. അതുപോലെ തന്നെ കറക്റ്റ് ചെയ്തിട്ട് എല്ലാം ഒരിക്കൽ കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാം. ഈ സൈഡിൽ കൂടെ തന്നെ താഴെ വെട്ടിപ്പോയി കറക്റ്റ് ഈ നെക്കും കൂടി ഇങ്ങനെ വെട്ടുക. വെട്ടി കൈക്കുഴി നല്ല കറക്റ്റായിട്ട് ഇതേ സെയിം അളവിൽ തന്നെ വരും. ഇത്രയും വെട്ടിയെടുത്ത് ഈ ലൈനും കൂടെ നമ്മൾ കൃത്യമായി തന്നെ കറക്റ്റ് ചെയ്യണം. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് മാറ്റാം. പീസ് ഇങ്ങനെ മാറ്റിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ നെക്കിൻ്റെ ഇവിടുന്ന് 1/2 ഇഞ്ച് തള്ളിയിട്ട് 1/2 ഇഞ്ച് മേളിലും തള്ളി കറക്റ്റ് ഈ ടേപ്പ് ഇങ്ങനെ പിടിക്കുക. 8.25 മെയിൻ ഡാറ്റിൻ്റെ അളവ് കൊടുത്തിട്ട് ഈ സ്ട്രെയിറ്റ് സ്കെയിലിന് ഇങ്ങനെ ഇതും താഴെ ബെൽറ്റ് വരെ ഇങ്ങനെ ലൈൻ 3/4 ഇഞ്ച് ഈ ഭാഗത്ത് മാർക്ക് ചെയ്യണം. മാറ്റിയിട്ട് ഇവിടെ നിന്ന് ഈ 3/4 ഇഞ്ചിലോട്ട് കൊണ്ടിട്ട് ഇങ്ങനെയാണ് ഈ ഡോട്ട് ഇട്ടിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ബെൽറ്റ് പീസ് കട്ട് ചെയ്യണം. ചെറിയ അളവായിട്ട് ബെൽറ്റ് പീസ് എടുത്തതിന് ശേഷം നമുക്ക് ഡാട്ടിൻ്റെ മാർക്ക് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ബെൽറ്റിലേക്ക് പോകാം. 1/2 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് കൊടുത്തു. ഈ ഭാഗത്ത് 26ൻ്റെ 4/1 6.25 ഇങ്ങനെ മാർക്ക് ചെയ്തു. അല്ല 6.5 മാർക്ക് ചെയ്തു. 26ൻ്റെ ഇവിടുന്ന് 6.6 മാർക്കിൽ നിന്നും ഇങ്ങനെ ശരിക്കും ക്രോസ് കൊടുക്കണം. ഏതാണ്ടൊരു 1.25 നമുക്ക് കിട്ടുന്നത് പോലെ ശരിക്കും ക്രോസ് കൊടുക്കണം. ബെൽറ്റിൻ്റെ ഒരു രൂപരേഖയാണിത്. 4 ഇഞ്ച് ഇവിടുന്ന് ഒരു ഷേപ്പ് കൊടുക്കണം. നെക്കൊക്കെ ഇത് വലിഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ് ഈ ഒരു 4 ഇഞ്ച് ഷേപ്പ്. ഇവിടെയും 4 ഇഞ്ച് കൊടുത്തതിന് ശേഷം ബെൽറ്റ് ഇതെങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പം നമ്മൾ പറഞ്ഞ 30 ഇഞ്ച് പ്രകാരമുള്ള ഇതിൻ്റെ ബെൽറ്റ് പീസ് റെഡിയായി. ഇനി ഫ്രണ്ട് സൈഡ് മാറിപ്പോകാതിരിക്കാൻ തയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ചെറിയ മാർക്കൂടെ കൊടുക്കണം. ബെൽറ്റ് ഓക്കെ. ഇനി നമുക്ക് ബാക്ക് പീസായി ബെൽറ്റായി. ഇനി ഫ്രണ്ടിൻ്റെ മെയിൻ ഡാട്ടിൻ്റെ കണക്കിലേക്ക് പോവുകയാണ്. ഫ്രണ്ട് ഡാട്ടിലെ കണക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു 1.25 ഇഞ്ച് കൃത്യം ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഡാട്ട് നമ്മൾ വിത്ത് കൊടുക്കുന്നത് 2.5 ഇഞ്ചാണ്. 1.25 മാർക്ക് ചെയ്തിട്ട് കൃത്യം ഈ മാർക്കിൽ നിന്നും 1.25 ഇങ്ങനെ മാർക്ക്. ഇത്രയും മാർക്കിന് ശേഷം 3/4 ഇഞ്ച് ഈ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് എടുത്തു വിടുക. ഈ ഡാട്ടിൻ്റെ ഔട്ട്ലൈനിൽ നിന്നും 3/4 ഇഞ്ച് ഇവിടെ എടുത്തു വിടുക. ഇതെങ്ങനെ തന്നെ ഞാൻ തന്നെ മാർക്ക് ചെയ്യും കറക്റ്റ്. എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് ഡാട്ടായി. ഇനി ഈ ഡാട്ടിൽ നിന്നും
അര ഇഞ്ച് കയറി നിൽക്കുന്നത് പോലെ സെൻറ്റർ ഡാട്ട് കൊടുക്കും. തമ്മിലൊരു അര ഇഞ്ച് വ്യത്യാസമാണ്. ഡാട്ട് കൊടുത്തു. 1.25 ഇഞ്ച് ഇവിടെ താത്ത് അര ഇഞ്ചും 3/4 ഇഞ്ച് ഒരു അളവ് വരുന്ന പോലെ 2 പീസ് നമ്മൾ എടുത്ത് വെട്ടണം. 2 പീസ് എടുത്ത് വെട്ടുമ്പം ഒരിക്കലും നമ്മൾ കത്രി എടുത്ത് വെട്ടാൻ പാടില്ല. ടേബിളിൽ തന്നെ വെയിറ്റ് കൊടുത്തിട്ട് ഇപ്പോൾ ഞാനിങ്ങനെ വെട്ടുന്നത് പോലെ തന്നെ കുഴിച്ച് വെട്ടണം. ഇങ്ങനെ തന്നെ കുഴിച്ച് വെട്ടണം. ഇതാണ് കറക്റ്റ് ആ ഫ്രണ്ട് പീസ് നമ്മൾ കുഴിച്ച് വെട്ടുന്നത്. കൈക്കുഴി ഭാഗത്ത് നിന്നും നമ്മൾ ഒരു കൈക്കുഴി ഡാട്ടും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഡാട്ട് മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ സെൻട്രൽ ഡാട്ടിൽ നിന്നും 1.25 ഇഞ്ച് വ്യത്യാസത്തിൽ ഈ ഡാട്ട് നിൽക്കും. ഇതാണ് നമ്മുടെ 3 ഡാട്ട് നമ്മുടെ മാർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. 3 ഡാട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വിടാം. ഇനി നമ്മൾ ഈ ചെറിയ അളവൊക്കെ ആണെങ്കിൽ വലിയ അളവിന് നമ്മൾ നെക്കൊരു 1/4 ഇഞ്ച് ഇവിടെ ഇങ്ങനെ എടുത്ത് വിടാറുണ്ട്. ഈ 1/4 ഇഞ്ച് എടുത്ത് വിടുമ്പോൾ ഒരിക്കലും ക്രോസ് ആയിട്ട് വെട്ടല്, ചെറിയൊരു ഓവൽ ഇങ്ങനെ വെട്ടി വിടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്ക് പീസായി, ഫ്രണ്ട് പീസായി, ബെൽറ്റായി. ഇത്രയും ഭാഗം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം, ഈ ഡാട്ട് ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് നമ്മുടെ സൈഡ്, ഈ സൈഡ് എന്തെങ്കിലും ചെറിയ വ്യത്യാസമുണ്ടോ എന്ന് പ്രത്യേകം നോക്കിക്കണം. ഈ വ്യത്യാസം എപ്പോഴും കറക്റ്റായിരിക്കണം. ചിലർ ബ്ലൗസ് തയ്ക്കുമ്പോൾ കൈക്കുഴി വെട്ടി ഇവിടെ ക്ലിയർ ചെയ്യും. അങ്ങനെ ചെയ്താൽ ഏത് ബ്ലൗസാണല്ലോ അതിൻ്റെ സെൻറ്റർ മാറിപ്പോകും. അത് പ്രത്യേകം നിങ്ങൾ നോക്കണം. ഇനി നമുക്ക് കൈ വെട്ടുന്നതിലേക്ക് പോകാം. കൈ നമ്മളെപ്പോൾ വെട്ടുമ്പോഴും എപ്പോഴും നമ്മൾ മാർജിൻ എപ്പോഴും കൊടുക്കണം. അര ഇഞ്ച് മാർജിൻ കൊടുത്തു. ഇതിൻ്റെ കൈനീളം എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. 7 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. 1.25 ഇഞ്ച് ഹെമ്മിങ്ങിന് കൊടുത്തു. ഇനി കൈ ലൂസ് എന്ന് പറയുന്നത് 9.5 ഇഞ്ചാണ്. 9.5 ഇഞ്ച് മാർക്ക് ചെയ്തു. 1.25 ഇഞ്ച് ഇവിടെയും കൊടുക്കും. ഈ ലൈനിൽ നിന്നും 3.5 ഇഞ്ച് കൈ താത്ത് വെട്ടാനായിട്ടൊരു മാർക്കോ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ കണക്ക് പ്രകാരം നമ്മൾ 30-ൻ്റെ 4/1 1 ഇഞ്ച് കുറച്ച് നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്? 6 ഇഞ്ച് നമുക്ക് കിട്ടണം. എങ്കിലും നമ്മൾ മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് ചേർത്ത് മാർക്ക് ചെയ്തിട്ട് നോർമലിൽ ഇങ്ങനൊരു വരവ് ഇത് കൊടുത്തതിന് ശേഷം ചെറിയ അളവായതുകൊണ്ട് എപ്പോഴും നിർബന്ധമായിട്ട് നമ്മൾ ബാക്ക് പീസ് എടുത്തിട്ട് ഈ അളവ് കൃത്യമാണോ, എന്തെങ്കിലും നമുക്ക് കൂട്ടണോ, 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ 1 ഇഞ്ചോ ഒക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. ആ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ വെട്ടാവുള്ളൂ. ഇപ്പോൾ ഏകദേശം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് കറക്റ്റാണ്. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം നമ്മൾ 1/4 ഇഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നമുക്കത് വരുത്താൻ പറ്റും. കണ്ടോ? അപ്പോൾ എപ്പോഴും നിങ്ങൾ വെട്ടിയാലും ഇങ്ങനെ ഇതുപോലെ തന്നെ ബാക്ക് പീസിൽ 1/2 ഇഞ്ച് മാർക്ക് കൊടുത്തിട്ട് കൈക്ക് നോർമലായിട്ട് തന്നെ ഒരു ഡോട്ടിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഈ ബാക്ക് പീസ് ഇങ്ങനെ വെച്ച് കറക്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് 1/4 ഇഞ്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ 1/4 ഇഞ്ച് കൂട്ടി തന്നെ നമുക്ക് വെട്ടാൻ പറ്റും. 1/2 ഇഞ്ച് വ്യത്യാസം ഉണ്ടെങ്കിലും അത് അറേഞ്ച് ചെയ്ത് വെട്ടാൻ പറ്റും. അപ്പോൾ നമുക്ക് കൈ ഇങ്ങനെ തന്നെ നമ്മളിതുപോലെ ഒരു ഷേപ്പ് സ്കെയിലിൽ ഒക്കെ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് 1.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് 2 മാർക്ക് ചെയ്യണം. ഇതിൻ്റെ അത്യാവശ്യം നമുക്ക് കൈക്കുഴിച്ച് കൂട്ടേണ്ടി വന്നാലോ എന്ന് ഓർത്ത് ഈ 2 മാർക്കും ചെയ്തതിന് ശേഷമുള്ളൂ നമ്മൾ കൈ വെട്ടാനായിട്ട് പോകാവുള്ളൂ. കൈ ഇങ്ങനെ തന്നെ വെട്ടിയെടുക്കണം. കണ്ടോ? കൈയുടെ ഇത് കുഴിച്ച് വെട്ടുന്നതും കൂടെ നമുക്ക് നോക്കാം. മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് ഇവിടെ തള്ളുക. ചെറിയ അളവായുണ്ട് 1.25 ഇവിടെയും തള്ളിയിട്ട് 2ൻ്റെയും നടുക്ക് ഇങ്ങനെ നോക്കണം. എത്ര ഇഞ്ചാണെന്ന് നോക്കിയിട്ട് ഇത് 4.5 ഉണ്ട്, 2.25 ഒരു 3/4 ഇഞ്ച് വരുന്നത് അതുപോലെ ഇങ്ങനെ മാർക്ക്. ഇതാണ് എൻ്റെ ഫ്രണ്ട് പീസ് കുഴിച്ച് വെട്ടുന്നത്. കൈ നോർത്തിട്ടിട്ട് അതെങ്ങനെ വെട്ടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കുക. ഇങ്ങനെ
ഞാൻ കൈ കുഴിച്ച് വെട്ടുന്നത്. കൈ കുഴിച്ച് വെട്ടുന്ന ഭാഗം ഇന്ന് നമുക്ക് മനസ്സിലായി കാണും. ഇനി നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇതാ ഇതുപോലെ വെച്ചിട്ട് ഒന്നും കൂടെ നമുക്ക് വേണേ ഈ കൈക്കുഴി ഭാഗം ബാക്ക് പീസ് വെച്ച് അളന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഇത് കട്ടിങ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും ഇതേ രീതിയിലുള്ള മെത്തേഡൊക്കെ നോക്കി കൃത്യമായിട്ട് വെട്ടുക. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നിറഞ്ഞ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് പൂർണ്ണമാകുന്നു. താങ്ക് യു.